മറവ് ചെയ്ത അന്നും ഞാൻ വയലിന് പോയിട്ടുണ്ട്. അന്ന് തുടങ്ങിയ വയലിലെല്ലാം ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആയിരുന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ ആമീൻ സ്വീകരിച്ചാലോ അത് എന്റെ ഉപ്പാക്കൊരു മുതൽക്കൂട്ടാകുമല്ലോ. റഹ്മാനായ റബ്ബേ, ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബമിത്രാദികൾ, സ്നേഹിതന്മാർ ആരെല്ലാം ഖബറിലേക്ക് തന്നോ ഖബർ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. നീ അവരെ ഖബറിലിട്ട് ശിക്ഷിക്കല്ലോ അല്ലാഹ്. ഞാൻ എന്റെ വിഷയം ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് അവസാനിക്കുകയാണ്. മഹാന്മാരായ അലിമീങ്ങൾ പറഞ്ഞതുപോലെ, സാദാത്തുകൾ പഠിപ്പിച്ചതുപോലെ, നബിതങ്ങളുടെ അടുക്കലേക്ക് ഏത് മൃഗങ്ങളും പേടിക്കാതെ അടുത്തു വരുമായിരുന്നല്ലോ. ദിവസം ഒരു കാട്ടറബി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, ഓ മുഹമ്മദാകുന്ന പ്രവാചകരെ, നിങ്ങളൊരു സത്യപ്രവാചകനെന്ന് എനിക്ക് ബോധ്യപ്പെടണമെങ്കിലോ എന്തെങ്കിലും ഒരു അമാനുഷിക കഴിവെന്ന് പറഞ്ഞു തരുമോ, ഒന്ന് കാണിച്ചു തരുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുല്ല് തിൽക ശജറത്തി റസൂലുള്ളാഹി നിങ്ങളാ കാണുന്ന മരത്തോട് മുഹമ്മദുർ റസൂലുള്ളാഹി വിളിക്കുന്നുണ്ടെന്ന് പറയണോ? അങ്ങനെ അഹ്റാബി ഓടിച്ചെന്ന മരത്തോട് വിളിച്ചു പറയുമ്പോ സുബ്ഹാനല്ലാഹ്, മരം ഫമാലത് അൻ യമീനിഹാ വശിമാലിഹാ വബൈന യദൈഹാ വഖൽബിഹാ. ഈ മരമതാ മുന്നോട്ടും മുകളോട്ടും വലത്തോട്ടും ഇടക്കോട്ടും ഫമാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ തുടങ്ങുകയാണ്. ഹത്താ കുതിഅതു റൂഹുഹാ, മരത്തിന്റെ വേരുകൾ പൊട്ടുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അളകുകയാണ്. പിന്നെ ഹബീബായ നിബിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നിബിതങ്ങളോട് സലാം പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹി തങ്ങളോട് താണികേട് വന്ന് സലാം പറയുകയാണ്. കാട്ടറി പറയുന്നു, നബിയെ മതിയായിട്ടുണ്ടെങ്കിലും ഈ മരം വന്ന സ്ഥലത്തേക്കൊന്ന് തിരിച്ചു പോകാൻ പറയോ? റസൂലുള്ളാഹി തങ്ങൾ മടങ്ങിപ്പോകാൻ പറയുമ്പോ വന്ന മരമതാ വന്നിരുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ആ സമയത്ത് കാട്ടറബി ഓടി വന്ന ഹബീബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇദ്നി അൻ അസ്ജുദ ലക യാ ഹബീബല്ലാഹ്. ഒരു മരം വന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ പാവപ്പെട്ട എനിക്കൊരു സുജൂദ് ചെയ്യാൻ, അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ, അങ്ങേക്ക് മുമ്പിൽ എന്നെ നെറ്റിത്തടമെന്ന് വെക്കാൻ നബിയെ ഒന്ന് സമ്മതിക്കുമോ എന്ന് ഹബീബായ നബി തങ്ങളോടാ കാട്ടർവി ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നത്, വേണ്ട വേണ്ട, സുജൂദ് റബ്ബിന്റെ മുമ്പിലാ. ഒരു സൃഷ്ടിയുടെ മുമ്പിലും നമ്മൾ സുജൂദ് ചെയ്യരുത്, ഒരു ഖബറിന്റെ മുമ്പിലും നമ്മൾ സുജൂദ് ചെയ്യരുത്, ഒരു വ്യക്തിയുടെ മുമ്പിലും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. സുജൂദ് ചെയ്യേണ്ടത് റബ്ബിനുള്ള ആരാധനയാ, അത് റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ടതോ. നിബിതങ്ങൾക്ക് ഒരു ആൾ ദൈവമാകായിരുന്നു. പക്ഷേ നിബിതങ്ങൾ അതിന് സമയം കണ്ടില്ല, ചാൻസ് കിട്ടാഞ്ഞിട്ടല്ലോ. നിബിതങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഈ കാട്ടറബി മഹാനായ ബഹുമാനപ്പെട്ട നബിയോട് വന്നുകൊണ്ട് പറയാ, ഫഅദലി അൻ നുഖബ്ബില യദൈക വരിജിലൈക യാ റസൂലല്ലാഹ്. സുജൂദ് ചെയ്യാൻ നിങ്ങളെ സമ്മതിക്കുന്നില്ലെങ്കിലോ അങ്ങയുടെ രണ്ട് കരങ്ങളൊക്കെ ഞാൻ ചുംബിച്ചോട്ടെ നബിയേ, നിങ്ങളെ രണ്ട് കാല് ഞാൻ ചുംബിച്ചോട്ടെ നബിയേ. നിങ്ങളെ കൈ ചുംബിക്കലെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടട്ടെ നബിയേ. അങ്ങയുടെ കാൽ ചുംബിച്ച് ഞങ്ങൾക്ക് ബറക്കത്ത് കിട്ടാനാ, ഒന്ന് സമ്മതിക്കുമോ നബിയേ? അത് ശിർക്കാണെന്ന് നിബിതങ്ങൾ പറഞ്ഞില്ല. ഹബീബായ നിബിതങ്ങൾ രണ്ട് കൈയും നീട്ടിക്കൊടുക്കുന്നു, തുരുതുരാ ചുംബനം കൊടുക്കുന്നു. ഓ
എന്റെ ഉമ്മമാരെ, ഓ എന്റെ സുഹൃത്തുക്കളെ, ചില ആളുകൾ മഹാന്മാരായ ആലിമുകളെ കൈമുത്തുമ്പോ പരിഹസിക്കാറുണ്ട്. സാദാത്തുകളെ കൈമുത്തുമ്പോൾ അതിനെ പരിഹസിക്കുന്നവരുണ്ട്. ഇത് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടല്ലേ താജുലുലമയുടെ ഹയാത്ത് കാലത്ത് കിട്ടിയ നമ്മളെ വിട്ടില്ലല്ലോ. മഹാനായ ഖലീൽ ബുഖാരി തങ്ങളെ കൈകിട്ടിയപ്പോ നമുക്ക് മുത്തിയിട്ടും മതിയായില്ലല്ലോ. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കൈകിട്ടിയപ്പോ നമ്മളത് വിട്ടുകൊടുത്തില്ലല്ലോ. കാരണം ഇത് ഹബീബായ നിബിതങ്ങളെ പരമ്പരയാണ്. ആ പരമ്പരയിൽ ലീഗുകാരൻ സമമാണ്, കോൺഗ്രസുകാരൻ സമമാണ്, എസ്കക്കാരൻ സമമാണ്, SSFകാരൻ സമമാണ്, എല്ലാ ഗ്രൂപ്പുകാരും സമമാണ്. ഓ എന്റെ സുഹൃത്തുക്കളെ, ആണോ നമ്മളെ സംഘടനോ എന്ന് കണ്ടപ്പോ പ്രായമങ്ങെത്തിയൊരു മുസ്ലിയാരെ വയതാണ്. താജുലുലമയുടെ വഫാത്തിന് ശേഷം ഇയാൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഉള്ളാളങ്ങളെ കവനിൽ മനസ്സമാധാനത്തോടുകൂടെ കടത്താൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന. ആർക്കാടോ നിന്റെ സമ്മതം വേണ്ടത്? അത് ഹബീബായ നബിതങ്ങളെ പേരക്കുട്ടിയാ. നിങ്ങളെ ഒരാളെ സമ്മതവും താജുലുലമയ്ക്ക് വേണ്ട കേട്ടോ. മഹാനായ ഖലീഫങ്ങളെ സുബ്ഹാനല്ലാഹ് താടി പരിഹസിക്കുന്നവരുണ്ട്, തടി പരിഹസിക്കുന്നവരുണ്ട്, സേവനം പരിഹസിക്കുന്നവരുണ്ട്. വേണ്ട മക്കളെ, കടിക്കുന്നത് സാദാത്തുക്കളോടാണ്. സാദാത്തുക്കളോട് കടിച്ചാൽ അത് അപകടമായിരിക്കും. അവരെ കൈ നമ്മൾ ചുംബിക്കേണ്ട കൈയാണോ? അവരെ കാല് നമ്മൾ ചുംബിക്കേണ്ട കാലാണ്. അല്ലാഹുവേ, മുഴുവൻ സാദാത്തുക്കളെ പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഹബീബിനെ കാണാൻ ഒരു പ്രത്യേക നിസ്കാരമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ നിസ്കാരം നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമല്ലോ. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങളെ കാണാൻ ആരാഗ്രഹിക്കുന്നുവോ? ഓ എന്റെ ചെറുപ്പക്കാരാ, ആർക്കാ ബുഷിനെ കാണാൻ ആഗ്രഹം എന്ന് ചോദിച്ചാ നമ്മളെ കൈവക്കൂല. ആർക്കാ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹം? പോയി കൈവെക്കണമെന്നില്ല. ആ സ്ഥാനത്ത് നമുക്ക് ആർക്കാ മദീനയിലേക്ക് പോകാൻ ആഗ്രഹം എന്ന് ചോദിച്ചാ ഞാനും നിങ്ങളും കൈവെക്കുന്നതെന്താ? ആ നിബിതങ്ങളോടുള്ള ആദരവ് കൊണ്ടാണ്, ബഹുമാനം കൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഹബീബിനെ കാണാനുള്ള നിസ്കാരം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അർഹമർ റഹീമീനായ മാലികുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരാ? കൈ സന്തോഷം നൽകുമാറാകട്ടെ.